എടാ എല്ലാ പരീക്ഷയ്ക്കും ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളും എല്ലാവർക്കും മാർക്ക് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് 2-3 ചോദ്യങ്ങൾ ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ എക്കണോമിക്സിൻ്റെ പരീക്ഷയിലും അങ്ങനെയുള്ള ചോദ്യം വരാതെ, പക്ഷെ നമ്മൾ ഇത്രയും കാലം അതൊന്നും പഠിക്കാതെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിരുന്ന് എഴുതിയിട്ട് നമ്മളിങ്ങനെ 2-ൽ 3 എന്താ എന്നൊക്കെ ചോദിച്ചിട്ടിരിക്കാറുണ്ട്. ഇനി മുതൽ ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പോകുന്നില്ല. ഈ ഒരു വൃത്തിയുടെ സ്വഭാവം നമ്മൾ നിർത്താൻ പോവാണ്. കാരണം ഈ ഒരു കണ്ടന്റ് ഒരു 4 ക്വസ്റ്റ്യൻ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പഠിച്ചാൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം 4 മാർക്കെങ്കിലും മിനിമം നിൽക്കുന്ന ചെയ്യാം, അവിടുന്ന് ഗ്യാരണ്ടി ചെയ്യാം. അപ്പോൾ ആ ഒരു 4 ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം ഇതാണ്, ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. നോക്കി, നെക്സ്റ്റ് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, നമുക്കൊരു കാര്യം ഉറപ്പിക്കാം അല്ലേ. അതായത് നിങ്ങൾക്ക് ഞാൻ 2 ഓപ്ഷൻ തരാണ്. എൻ്റെ ഒരു കയ്യിൽ എന്താണ് ഇന്നലത്തെ ബിരിയാണി, ഒരു കയ്യിൽ ഇന്നത്തെ ബിരിയാണി. 2 ഓപ്ഷൻ തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇന്നത്തെ ബിരിയാണി പ്രിഫർ ചെയ്യില്ലേ. അപ്പോൾ 2 ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്നിനെ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സാക്രിഫൈസ് ചെയ്യുന്നു, ത്യാഗം ചെയ്യുക, ത്യജിക്കുക, വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അത് നമ്മൾ പറയുന്ന പേരെന്താന്ന് പഠിച്ചു വെച്ചോ. അതിന് പറഞ്ഞ പേരാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ മലയാളം അവസരാത്മക ചെലവ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് 1ാമത്തെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യനാണ്, പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. 2ാമത്തെ ചോദ്യം, ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ്. അത്ര ഒന്നും പഠിച്ചില്ല. വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയാരാണെന്ന് വെച്ചാൽ എക്കണോമിക്സിന് ആകെ ഒരു പിതാവുള്ളൂ, അതാരാണ്? നമ്മുടെ ആഡം സ്മിത്ത് ആണല്ലേ. അപ്പോൾ ഉത്തരം തരിക ആഡം സ്മിത്ത് ആണ് നമ്മുടെ ഉത്തരം. വെൽത്ത് ഓഫ് നേഷൻ, രാജ്യങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞ വെൽത്ത് എന്ന് കാണുമ്പോൾ തന്നെ ഉറപ്പിക്കുക അതാരാണ്? ആഡം സ്മിത്ത് ആണ് കേട്ടോ. നെക്സ്റ്റ്, ഈ പറഞ്ഞ ജനറൽ തിയറി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അല്ലേ. ജനറൽ തിയറി എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, കെയ്ൻസിൻ്റെ പുസ്തകമാണ്. ആ പുസ്തകം പബ്ലിഷ് ചെയ്ത വർഷം പഠിച്ചോ 1936. ഈ 1774 എന്ത് ചെയ്യുന്നത്, ആഡം സ്മിത്തിൻ്റെ പുസ്തകം ഇറങ്ങുന്നത് കേട്ടോ. ആഡം സ്മിത്തിൻ്റെ പുസ്തകം അന്നാണ് ഇറങ്ങിയത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഇന്ത്യ ഏത് തരം എക്കോണമിയാണ്? എല്ലാവർക്കും അറിയുന്നതാണ് മിക്സഡ് എക്കോണമി അല്ലേ, അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. കാരണം പരീക്ഷയ്ക്ക് ഇനി മുതൽ എന്ത് ചെയ്യണം, നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ചുകൊണ്ട് എടാ അതിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കലോ, ആ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ മക്കൾ പോയത്. നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. നമ്മൾ പഠിക്കും, നമ്മൾ പരീക്ഷയ്ക്ക് അടിക്കുകയും ചെയ്യും അല്ലടാ. അപ്പോൾ വീണ്ടും കാണാം, ബൈ.